അല്ലെങ്കിൽ ഗുസ്തി മത്സരമൊന്നും അല്ലല്ലോ സനക. ഗോതയിൽ ഇറങ്ങി ട്രൗസർ വിട്ട് എണ്ണ തേച്ച് വന്നിട്ട് വാ. അതറിയാം, നിയമസഭയിൽ നമ്മൾ കണ്ടതല്ലേ മേശപ്പുറത്ത് എന്താ കണ്ടത്. നിയമസഭയിൽ മേശപ്പുറത്ത് വനിതാ MLA മാരുന്നപ്പോഴേക്കും അത് അത്തരത്തിലുള്ള ഗുസ്തിയല്ലല്ലോ ആവശ്യം ജനാധിപത്യം. ഈ കുടിവെള്ള പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ വേണ്ടി ഈ MLA മാരും ഈ മന്ത്രിയുമൊക്കെ എന്ത് നിലപാടാ സ്വീകരിച്ചിട്ടുള്ളത്? ഇപ്പൊ അദ്ദേഹം അയ്യപ്പൻ കോശിയും കളിക്കുകയാണല്ലോ. അദ്ദേഹം ഗോതയിൽ ഇറങ്ങി നിൽക്കുകയാണ്. ഈ മൽപ്പിടുത്തം അദ്ദേഹത്തിന് നല്ല വശമുള്ള ആളാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ ആശയ സംവാദമാണ് ആവശ്യം. അയ്യപ്പനും കോശിയും കളിയൊക്കെ നമുക്ക് കളിക്കാം. അദ്ദേഹത്തെ കേന്ദ്ര ഗവൺമെന്റും പാർട്ടിയും ഏൽപ്പിച്ചിരുന്ന പ്രവർത്തനം ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള IT മേഖലയിലും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രവർത്തനമായിരുന്നു. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് വളരെ മെച്ചമായിട്ട് അദ്ദേഹം ചെയ്തു. കേരളം കേന്ദ്രീകരിച്ച് അദ്ദേഹത്തോട് പ്രവർത്തിക്കാൻ പറഞ്ഞത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതലാണ്. അതിനുശേഷം കൂടുതൽ സമയം കേരളത്തിലുണ്ട്. ഞാൻ ചോദിച്ചത് 45 വർഷമായി തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് നിന്ന് പ്രവർത്തിക്കുന്ന 3 നേതാക്കന്മാരെ പേരാണ് പറഞ്ഞത്. അവർ പറയട്ടെ. അവർ പ്രതിപക്ഷമായിരുന്നില്ലല്ലോ, പതിറ്റാണ്ടുകളുള്ള ഭരണപക്ഷമായിരുന്നില്ലേ? നമസ്കാരം. ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ചരിത്രം തിരുത്തി എഴുതാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ ചർച്ചകൾ വളരെ സജീവമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ഒരു 10-20-30 വർഷമായി തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകരാണ് ഞങ്ങളൊക്കെ തന്നെ. അപ്പൊ എന്നേക്കാൾ മുമ്പ് പൊതുപ്രവർത്തനം തിരുവനന്തപുരം കേന്ദ്രമാക്കി ആരംഭിച്ച ആളാണ് ശ്രീ MR ഗോവിന്ദൻ. അതോടൊപ്പം തന്നെ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഏറെക്കുറെ എല്ലാ കൗൺസിലർമാരും നേതാക്കന്മാരും ഒക്കെ തന്നെ ഒരു 2 പതിറ്റാണ്ട് 3 പതിറ്റാണ്ട് അപ്പുറം പൊതുപ്രവർത്തനം നടത്തുന്നവരാണ്. ഞങ്ങൾ ചില ചോദ്യങ്ങൾ കേരള സമൂഹത്തിന് മുൻപിൽ ഉന്നയിക്കുകയാണ്. ആ ചോദ്യങ്ങൾക്ക് വർഷങ്ങളായി തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പൊതുപ്രവർത്തനം നടത്തി പതിറ്റാണ്ടുകളോളം ഒന്നല്ലെങ്കിൽ മറ്റൊരു അധികാര സ്ഥാനം കൈയാളിയ നേതാക്കന്മാർ തിരുവനന്തപുരത്തുണ്ട്. മറുപടി പറയും. ബഹുമാനപ്പെട്ട കോഴിക്കോട്ടെ നേമം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി, അദ്ദേഹം തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായിരുന്നു, MLA ആയിരുന്നു, ഇപ്പോൾ അദ്ദേഹം മന്ത്രിയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, അദ്ദേഹം MLA ഒന്നിൽ കൂടുതൽ തവണ ആറ്റിങ്ങിൽ നിന്ന് MLA ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴക്കൂട്ടത്തുനിന്ന് ഒന്നിൽ കൂടുതൽ തവണ ജയിച്ചിട്ടുണ്ട്, മന്ത്രിയായിരുന്നു. വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ശ്രീ VK പ്രശാന്ത് മേയറായിരുന്നു, അദ്ദേഹം ഒന്നിൽ കൂടുതൽ തവണ MLA ആയിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ നിരവധി കാലം പതിറ്റാണ്ടുകളോളം വിവിധ അധികാര കേന്ദ്രങ്ങൾ കൈയാളിയവരാണ്. ഇവരുടെയൊക്കെ തന്നെ പ്രവർത്തനത്തിന്റെ ഫലമായി അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ തിരുവനന്തപുരത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, മുന്നേറ്റത്തിന് വേണ്ടി എന്ത് കാര്യമാണ് ഇവർ ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു തുറന്ന ചർച്ചയ്ക്ക് ഇവർ 3 പേരും തയ്യാറാണ്. ഞങ്ങൾ തയ്യാറാണ്. ഇപ്പോ നമ്മളിപ്പോ നേരിട്ടുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ജനുവരി മാസം മുതൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്താണ്? കുടിവെള്ള പ്രശ്നം. ഈ കുടിവെള്ള പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ വേണ്ടി ഈ MLA മാരും ഈ മന്ത്രിയുമൊക്കെ എന്ത് നിലപാടാ സ്വീകരിച്ചിട്ടുള്ളത്? ഇപ്പൊ അദ്ദേഹം അയ്യപ്പൻ കോശിയും കളിക്കുകയാണല്ലോ. അദ്ദേഹം ഗോതയിൽ ഇറങ്ങി നിൽക്കുകയാണ്. ഈ മൽപ്പിടുത്തം അദ്ദേഹത്തിന് നല്ല വശമുള്ള ആളാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ ആശയ സംവാദമാണ് ആവശ്യം. അയ്യപ്പനും കോശിയും കളിയൊക്കെ നമുക്ക് കളിക്കാം. എന്താണ് സർക്കാർ ചെലവിൽ മന്ത്രിസ്ഥാനവും MLA സ്ഥാനവും ഒക്കെ കൈയാളിയിട്ട് കഴിഞ്ഞ 25-30 വർഷം കൊണ്ട് ഇവർ ഒരു ചെറുവിരൽ അനക്കിയിട്ടുണ്ടോ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി? 1990-കളിൽ അരുവിക്കരയിൽ നിന്നും വെള്ളം ശുദ്ധജലം കൊണ്ടുവരാൻ വേണ്ടി ഭൂമിക്കടിയിൽ ഇട്ട പൈപ്പ് 30 വർഷം കഴിയുമ്പോഴേക്കും അതിന്റെ കാലാവധി കഴിയും. അതിനു മുൻപ് തന്നെ പുതിയ പൈപ്പിനെ ഇട്ടെങ്കിൽ മാത്രമേ വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാവുകയുള്ളൂ. അതിന് ഇവർക്ക് ആർക്കും തന്നെ സാധിക്കാത്തത് കൊണ്ടാണ് തിരുവനന്തപുരം പട്ടണം ഇന്ന് കുടിവെള്ള പ്രശ്നം അനുഭവിക്കുന്നത്. അരുവിക്കരയിൽ നിന്നും ഒഴുകുന്ന വെള്ളത്തിന്റെ 30-35% ലീക്കായി പോവുകയാണ്. അതായത് അരുവിക്കരയിൽ നിന്നും 1000 ലിറ്റർ വെള്ളം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നാൽ അതിൽ 650 ലിറ്റർ വെള്ളം മാത്രമേ തിരുവനന്തപുരത്ത് എത്തുന്നുള്ളൂ. ഗവൺമെന്റ് കണക്കാണത്, വാട്ടർ അതോറിറ്റിയുടെ കണക്കാണത്. ഇത് പരിഹരിക്കുവാൻ വേണ്ടി അവരൊരു ചെറുവിരൽ അനക്കിയിട്ടുണ്ടോ?
2 മേയർമാരിവിടെ ഉണ്ടായിരുന്നല്ലോ, ബഹുമാനപ്പെട്ട വട്ടിയൂർക്കാവ് സ്ഥാനാർത്ഥിയും നിയമ സ്ഥാനാർത്ഥിയും. ഇവർ മേയർമാരായിരുന്ന സമയത്ത് മാലിന്യ പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടി എന്ത് നടപടി സ്വീകരിച്ചിട്ടുണ്ട്? ശാശ്വത പരിഹാരത്തിന് വേണ്ടി ജനങ്ങളോട് പറയാം, ഞങ്ങൾ തയ്യാറാ ചർച്ച ചെയ്യാനായിട്ട്. തെരുവ് നായ്ക്കളുടെ വന്ധീകരണം, ഈ വന്ധീകരണം ആരംഭിച്ചത് ബഹുമാനപ്പെട്ട ശ്രീ വി ശിവൻകുട്ടി തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായ സമയത്താണ്. അന്ന് ഒരു 1500 നായ്ക്കളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം വന്ധീകരിച്ച് അതിന്റെ എണ്ണ 8500 മുതൽ 10,000 കഴിഞ്ഞിരുന്നു. പറയട്ടെ, എന്താ സംഭവിച്ചത്? തെരുവ് നായ വന്ധീകരണത്തിൽ വിളപ്പിൽ ശാല എന്ന് കേൾക്കുമ്പോൾ തന്നെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഭയപ്പാടോടെയാണ് ആ പേര് ഉച്ചരിക്കുന്നത് തന്നെ. വളരെ മനോഹരമായി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നടപ്പിലാക്കിക്കൊണ്ടുന്ന ഒരു പദ്ധതി ഈ LDF ഭരണത്തിൽ തിരുവനന്തപുരത്ത് കൊണ്ട് നടപ്പിലാക്കിയപ്പോൾ പണം ഒഴുകിയത് മാത്രം മിച്ചം. വിളപ്പിൽ ശാല എന്ന് കേൾക്കുമ്പോഴേക്കും ജനം ഭയപ്പെടുന്ന ഒരവസ്ഥ അല്ലേ? വരട്ടെ, ഇക്കാര്യങ്ങളിൽ ആശയ സംവാദം നിങ്ങൾ തയ്യാറാണ്. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ, തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുമ്പോൾ ജനങ്ങൾക്ക് നമുക്ക് അധികാരം കിട്ടിയ സമയത്ത് ഏതു തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്തത്, എന്ത് ഗുണകരമായ കാര്യങ്ങളാണ് ചെയ്തത് എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ആവശ്യം. ആ ചർച്ചകൾക്ക് BJP എപ്പോഴും തയ്യാറാണ്. അതായത് ഗുസ്തി മത്സരമൊന്നും അല്ലോ സർക്കാർ. ഗോതയിൽ ഇറങ്ങി ട്രൗസർ വിട്ട് എണ്ണ തേച്ച് വാ, അതറിയാം. നിയമസഭയിൽ നമ്മൾ കണ്ടതല്ലേ മേശപ്പുറത്ത് എന്താ കണ്ടത്? നിയമസഭയിൽ മേശപ്പുറത്ത് വനിതാ MLA മാരുന്നപ്പോഴേക്കും അത് അത്തരത്തിലുള്ള ഗുസ്തിയല്ലല്ലോ ആവശ്യം ജനാധിപത്യം. ഞാൻ കാര്യങ്ങൾ ലളിതമായിട്ട് ചോദിക്കട്ടെ. ഇപ്പോ പി ചിദംബരം, ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാവ്, മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി, ഡിജിറ്റൽ ട്രാൻസാക്ഷനെ കുറിച്ച് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഇന്ത്യൻ പാർലമെന്റിൽ ചർച്ച വന്നപ്പോഴേക്കും പി ചിദംബരം എന്താ പറഞ്ഞത്? പച്ചക്കറി വിൽക്കുന്ന സ്ഥലത്ത് പോയിന്റ് ഓഫ് സർവീസ് മെഷീൻ എവിടെയാണ്? അവിടെയൊക്കെ തന്നെ ഇന്റർനെറ്റ് കണക്ഷൻ എങ്ങനെ കിട്ടും? റിക്ഷ ഓടിക്കുന്ന സ്ഥലത്ത് എങ്ങനെ ഇന്റർനെറ്റ് കണക്ഷൻ കിട്ടും? നിങ്ങൾ എങ്ങനെയാണ് ഇത് നടപ്പിലാക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടൊരു പരിഹാസം ചിരിയല്ലേ അദ്ദേഹം നടത്തിയത്. രാജീവ് ചന്ദ്രശേഖർജിയുടെ ഉൾപ്പെടെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്ത് നടത്തിയ IT മേഖലയിൽ നടത്തിയ വിപ്ലവകരമായ നീക്കമാണ് ഇന്ന് ഡിജിറ്റൽ ട്രാൻസാക്ഷനിൽ ഏറ്റവും മികച്ച രാജ്യമായി ഭാരതം മാറിയത്. വിദ്യാഭ്യാസ രംഗത്ത് ഉൾപ്പെടെ അതിന് നേതൃത്വം കൊടുത്ത ആളാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി. മാറ്റിവെക്കാൻ വേണ്ടി ശിവൻകുട്ടിക്ക് സാധിക്കുമോ? ബഹുമാനപ്പെട്ട ശിവൻകുട്ടി മന്ത്രിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 5 വർഷം വിദ്യാഭ്യാസ വകുപ്പ് എവിടെ എത്തിയത്? പാമ്പ് കടിയേറ്റ് കുട്ടി മരിച്ചത് ആരുടെ കാലഘട്ടത്താ? ആരുടെ കാലഘട്ടത്തിൽ? ആര് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോഴാണ് സ്കൂളിൽ പാമ്പ് കടിയേറ്റ് ഒരു കുട്ടി മരിച്ചത്? ഇലക്ട്രിക് ലൈൻ പൊട്ടി വീണ് ഒരു കുട്ടിക്ക് ദാരുണാന്ത്യം വന്നത് ആര് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോഴാണ്? ശ്രീ രാജീവ് ചന്ദ്രശേഖർജി കേന്ദ്ര മന്ത്രിയായിരുന്ന സമയത്ത് ഇന്ത്യയിൽ നടന്ന IT വിപ്ലവം. ആ IT വിപ്ലവത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി LDF ആരെങ്കിലും തയ്യാറുണ്ടോ? ഇനി ചർച്ച വിശ്വസനീയമായ ക്രെഡിബിലിറ്റിയുള്ള സംഘടന ചർച്ചയ്ക്ക് വിളിക്കട്ടെ 3 സ്ഥാനാർത്ഥികളെയും. ഇപ്പൊ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവിടെ പല സംഘടനകളും ചർച്ചയ്ക്ക് ക്ഷണിച്ചിരുന്നല്ലോ. ബഹുമാനപ്പെട്ട പന്ന്യൻ രവീന്ദ്രൻ, ശ്രീ ശശി തരൂർ, ശ്രീ രാജീവ് ചന്ദ്രശേഖർജി. ആവശ്യമുള്ള സമയം, ഞാനായിരുന്നല്ലോ തെരഞ്ഞെടുപ്പിൽ ജനറൽ കൺവീനർ, അവർ ചോദിച്ച സമയം അത്രയും തന്നെ കൊടുത്തിട്ട് എന്തുമാത്രം ആരോഗ്യകരമായ ചർച്ച നടന്നു. ബഹുമാനപ്പെട്ട സംസ്ഥാന മുഖ്യമന്ത്രി BJPയുടെ സംസ്ഥാന അധ്യക്ഷനുമായിട്ട് കേരളത്തിന്റെ വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടുമായി ബന്ധപ്പെട്ട് ക്രിയാത്മകമായ ചർച്ചകൾ കേരളത്തിന്റെ ഭാവിയിലെ വികസനത്തിന് വേണ്ടി, ഇതുവരെ നടന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ചർച്ച ചെയ്യാം. ആ സംഭവം അദ്ദേഹം ആദ്യം പറഞ്ഞാണല്ലോ. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയ സമയത്ത് BJP സംസ്ഥാന അധ്യക്ഷനാണ് ആദ്യം തന്നെ സംവാദത്തിൽ തയ്യാറാണ്, മുഖ്യമന്ത്രിയുമായി സംവാദത്തിൽ തയ്യാറാണെന്ന് അറിയിച്ചു. ഇതിന് പിന്നാലെയാണ് നേരത്തെ ഇടത് സ്ഥാനാർത്ഥിയായിട്ടുള്ള വി ശിവൻകുട്ടി ഒരു സമയവും തീയതിയും അറിയിച്ചു. എവിടെ വെച്ച് വേണമെങ്കിലും സമ്മതിക്കാൻ തയ്യാറാണ്. പക്ഷെ ഇപ്പൊ പോള് BJPയുടെ വോട്ടിലാണ്. ഇന്ന് രാവിലെ പോലും രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചത് തീയതിയും സമയവും ഞാൻ അറിയിക്കാമെന്നാണ്. അതെ, നിങ്ങളെ വോട്ട് അറിയിച്ചാൽ അവർ തയ്യാറാണ്. ഞാൻ പറയുന്നത് ഇപ്പൊ ഞാൻ ചോദ്യങ്ങൾ പറഞ്ഞല്ലോ, ഈ 3 നേതാക്കന്മാർ മന്ത്രിമാരും മേയർമാരും ഒക്കെ ആയിരുന്നല്ലോ. ബഹുമാനപ്പെട്ട വി ശിവൻകുട്ടി അദ്ദേഹം മേയറായിരുന്ന 5 വർഷ കാലഘട്ടവും NDAയുടെ ഭരണത്തിലുള്ള 3 മാസവും നമുക്ക് ചർച്ച ചെയ്യാം. നമുക്ക് തയ്യാറുണ്ടോ? അവർ നടപ്പിലാക്കിയ പദ്ധതി പറയുമ്പോഴേക്കും ആദ്യം ഒരു വിളപ്പശാലയെ കുറിച്ച് പറയണം. എത്ര കോടി രൂപ ചിലവാക്കി, എന്തായിരുന്നു അതിന്റെ ആത്യന്തികമായിട്ട് അതിന്റെ പരിണിത ഫലം, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? സംസാരിക്കട്ടെ.
നേട്ടം ഉണ്ടായത്? അദ്ദേഹത്തിന്റെ മറുപടിയാണല്ലോ. അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും ഒരു സ്ഥാനാർത്ഥി എന്നുള്ള പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം കേരളത്തിൽ ഏറ്റവും സാധ്യതയുള്ള ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ, രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. 140 നിയോജക മണ്ഡലങ്ങളിലും ഘടകകക്ഷിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. ഓരോ ഇപ്പൊ നേമത്ത് മണ്ഡലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം കൃത്യമായിട്ട് ആ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നത്. അദ്ദേഹം അവിടെ വോട്ടർമാരുടെ ഇടയിലുണ്ട്. ഓരോ കാര്യങ്ങളും ചോദിച്ചിട്ട് അദ്ദേഹം ഇത്ര മറുപടി പറഞ്ഞില്ല എന്ന് പറയുന്നതിലല്ല അർത്ഥം. ഞാൻ പറയാം, ശ്രീ രാജീവ് ചന്ദ്രശേഖർജി കേന്ദ്രമന്ത്രി ആയിരുന്നപ്പോൾ തിരുവനന്തപുരത്തിന് വേണ്ടി എന്ത് ചെയ്യും, കേരളത്തിന് വേണ്ടി എന്തു? അദ്ദേഹം രാജ്യത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളുടെ ഗുണഫലം തന്നെയാണ് തിരുവനന്തപുരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് വന്ന ഓരോ പ്രോജക്റ്റുകളിലും ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക്, കേരളത്തിൽ നിന്നുള്ള ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഇടപെടലുണ്ട്. വി മുരളീധരൻജിയുടെ ഇടപെടലുണ്ട്. ഒന്ന്, അദ്ദേഹത്തെ കേന്ദ്ര ഗവൺമെന്റും പാർട്ടിയും ഏൽപ്പിച്ചിരുന്ന പ്രവർത്തനം ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള IT മേഖലയിലും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രവർത്തനമായിരുന്നു. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് വളരെ മെച്ചമായിട്ട് അദ്ദേഹം ചെയ്തു. കേരളം കേന്ദ്രീകരിച്ച് അദ്ദേഹത്തോട് പ്രവർത്തിക്കാൻ പറഞ്ഞത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതലാണ്. അതിനുശേഷം കൂടുതൽ സമയത്തിന് കേരളത്തിലുണ്ട്. ഞാൻ ചോദിച്ചത് 45 വർഷമായി തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് നിന്ന് പ്രവർത്തിക്കുന്ന 3 നേതാക്കന്മാരെ വേറെ പറഞ്ഞത്. അവർ പറയട്ടെ. അവർ പ്രതിപക്ഷമായിരുന്നില്ലല്ലോ, പതിറ്റാണ്ടുകളുള്ള ഭരണപക്ഷമായിരുന്നില്ലേ? തിരുവനന്തപുരത്തിന്റെ അടിസ്ഥാന പ്രശ്നമായുള്ള കുടിവെള്ള പ്രശ്നം പരിഹരിക്കുവാൻ ഈ 3 നേതാക്കന്മാരും 3 പേരും പല കാലഘട്ടങ്ങളിൽ MLA ആയിരുന്നു, 2 പേരും മേയറായിരുന്നു. എന്ത് ചെയ്തു അവർ? മാലിന്യം, ഇവിടത്തെ വെള്ളക്കെട്ട്, ഇവിടത്തെ മഴയത്തുണ്ടാകുന്ന വെള്ളപ്പൊക്കം പരിഹരിക്കാൻ ഇവർ 3 പേരും എന്ത് ചെയ്തു? ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവർ കൊണ്ടുവന്ന മുൻകൈ എടുത്തുകൊണ്ടുവന്ന ഒരു വ്യവസായ സംരംഭം പറയാം, പറയട്ടെ. തിരുവനന്തപുരത്ത് ഇതിനൊരു മറുപടി കിട്ടാൻ കഴിയുന്നൊരു വേദിയാണല്ലോ ആരോഗ്യപരമായ